സഫർ-2, കൗസർ എന്നീ ഉപഗ്രഹങ്ങൾ ഇറാൻ വിക്ഷേപിച്ചത് റഷ്യയുടെ സോയൂസ് റോക്കറ്റിലൂടെയാണ്. കൃഷി, കാലാവസ്ഥാ നിരീക്ഷണം എന്നിവയ്ക്കായാണ് ഈ ഉപഗ്രഹങ്ങളെന്ന് ഇറാൻ അവകാശപ്പെടുന്നു. യൂറോപ്യൻ, അമേരിക്കൻ, ഇസ്രായേൽ ശക്തികൾക്കെതിരെ ഇറാന്റെ ശക്തമായ നിലപാട് നിലനിൽക്കെ റഷ്യയുമായുള്ള പുതിയ സഹകരണം പ്രാധാന്യമേറിയതാണ്. അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും സംയുക്ത ആക്രമണ സാധ്യതകൾക്കെതിരെ ശക്തമായ മുന്നറിയിപ്പുമായി ഇറാൻ പ്രസിഡന്റ്. ഇറാന്റെ ആയുധ സേനാബലം ശക്തമാണെന്നാണ് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ അവകാശപ്പെടുന്നത്. അമേരിക്കയും ഇസ്രായേലും ചേർന്ന് തുടർന്നും ആക്രമിക്കാനുള്ള സാധ്യത ഇറാൻ മുന്നിൽ കാണുന്നുണ്ടെന്ന് വ്യക്തം. ഔദ്യോഗിക ഏജൻസികൾ നൽകിയ അഭിമുഖത്തിലും ഇറാൻ പ്രസിഡന്റ് വ്യക്തമാക്കുന്നത് ആക്രമിച്ചാൽ ശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്ന് തന്നെ. ഇസ്രായേലുമായി 12 ദിവസം നീണ്ടുനിന്ന യുദ്ധസമയത്തേക്കാൾ ശക്തമായ നിലയിലാണ് ഇറാൻ ഇപ്പോഴെന്ന് പ്രസിഡന്റ് പറയുന്നതും വെറുതെയല്ല. ആയുധങ്ങളുടെയും സേനാബലത്തിന്റെയും കാര്യത്തിൽ മുൻപത്തേക്കാൾ ശക്തമാണെന്നാണ് ഇറാന്റെ മുന്നറിയിപ്പ്. രാജ്യത്തിനകത്ത് എന്തെങ്കിലും സംഭവിച്ചു കാണാൻ ശത്രുക്കൾ കാത്തിരിപ്പുണ്ടെന്നും ഒരുമിച്ച് നിൽക്കണമെന്നും അഭിമുഖത്തിൽ ഇറാൻ പ്രസിഡന്റ് പറയുന്നുണ്ട്. രാജ്യത്ത് ലിംഗപരമോ മത, വംശീയ, വിശ്വാസപരമോ ആയ ഒരു വിവേചനവും ഇല്ലെന്നും മസൂദ് പെസഷ്കിയാൻ പറഞ്ഞതും ശ്രദ്ധേയമാണ്. ഇസ്രായേൽ ഉൾപ്പെടെ നേരത്തെ ഇത് വിഷയമാക്കി ഉയർത്തിയിരുന്നു. ഉപരോധങ്ങൾ ഉൾപ്പെടെ മറ്റു രാഷ്ട്രങ്ങളുടെ നീക്കങ്ങൾ കാരണം നേരിടുന്ന പ്രതിസന്ധികളും ഇറാൻ പ്രസിഡന്റ് വിവരിച്ചു. ബാരലിന് $75 വിറ്റിരുന്ന എണ്ണ ഇപ്പോൾ $50 വിൽക്കുന്നത്. എങ്കിലും പുതുവർഷത്തിൽ $2.5 ബില്യൺ ജനങ്ങൾക്ക് സബ്സിഡിയായി നൽകുമെന്ന് മസൂദ് പെസഷ്കിയാൻ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഗൾഫ് ബ്യൂറോ, ഏഷ്യാനെറ്റ് ന്യൂസ്. ഒട്ടകത്തെ മെരുക്കി സവാരി ചെയ്യാനും ഈന്തപ്പനമരം കയറി വിളവെടുക്കാനും പരുന്തിനെ പറപ്പിക്കാനും പഠിച്ച് ദുബായ് ഭരണാധികാരിയുടെ കുടുംബത്തിലെ ഇളം തലമുറ. ആഡംബരത്തിൽ നിന്നകന്ന് മരുഭൂമിയിൽ പരമ്പരാഗത അറബ് പരിസരങ്ങളിലുള്ള ജീവിതവും കഴിവുകളും പഠിക്കാൻ അവസരമൊരുക്കിയ ഖമ്രാൻ ക്യാമ്പിലായിരുന്നു ഈ കാഴ്ച. ഏത് സമ്പന്നതയിലും തനതു സംസ്കാരം കൈവിടരുതെന്ന സന്ദേശമാണ് തന്റെ 2 മക്കളെയും പങ്കെടുപ്പിച്ച് ദുബായ് കിരീടാവകാശി ഷെയ്ഖ് ഹംദാൻ ഇന്ന് നൽകിയത്. മൊബൈൽ സ്ക്രീനുകളും സുഖ സൗകര്യങ്ങളും വിട്ട് തുറന്ന അന്തരീക്ഷത്തിൽ മരുഭൂമിയിൽ പാറിപ്പറന്ന കുട്ടികൾ. അവർക്ക് ഈന്തപ്പനമരം കയറി വിളവെടുക്കാനും ഒട്ടകപ്പുറത്ത് സവാരി ചെയ്യാനും ഒട്ടകങ്ങൾ മെരുക്കാനും പരുന്തുകളെ കൈപ്പിടിയിൽ നിയന്ത്രിക്കാനും പറപ്പിക്കാനും ലക്ഷ്യം തെറ്റാതെ വെടിയുതിർക്കാനും പഠിപ്പിക്കുകയാണ്. അറബ് സംസ്കാരത്തിന്റെ ഭാഗമായ മരുഭൂമിയിൽ അനിവാര്യമായ കഴിവുകളിൽ ചിലത്. ആ കൂട്ടത്തിലേക്ക് മക്കളായ ഷെയ്ഖയെയും റാഷിദിനെയും ദുബായ് കിരീടാവകാശി ഷെയ്ഖ് ഹംദാൻ ഒപ്പം കൂട്ടിയിരുന്നു. പഴയകാല അറിവുകൾ പുതുതലമുറയിലേക്ക് കൈമാറാനും ഇമാറാത്തി ജീവിത രീതി കുട്ടികൾ മറന്നു പോകാതിരിക്കാനുമുള്ള പാഠശാല കൂടിയായിരുന്നു ഇത്. ഒന്നിനെയും പേടിക്കാതെ വളരാനുള്ള പാഠശാല. ഏത് സമ്പന്നതയിലും തനത് സംസ്കാരം കൈവിട്ട് കളയരുതെന്ന സന്ദേശം. ജീവിതത്തിൽ പുലർത്തുന്ന രീതികളാണ് നമ്മുടെ അടയാളം എന്ന് ഷെയ്ഖ് ഹംദാൻ പറഞ്ഞു. ആ ചിട്ടകളാണ് ഭാവി തലമുറയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നത്. അതാണ് നമ്മുടെ പാരമ്പര്യമായി അടയാളപ്പെടുത്തുന്നത് ഷെയ്ഖ് ഹംദാൻ പറഞ്ഞു. മുൻ തലമുറകൾ പകർന്നു നൽകിയ അറിവുകളും കഴിവുകളും കൈമോശം വരാതിരിക്കാൻ വലിയ പദ്ധതികളാണ് ദുബായ്ക്കുള്ളത്. ഏഷ്യാനെറ്റ് ന്യൂസ്, ദുബായ്. ദുബായിലെ ഹോട്ടൽ മുറികളിൽ ചെക്ക് ഇൻ രീതി പാടെ മാറുന്നു. യാത്ര കഴിഞ്ഞെത്തി ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്യാൻ ഇനി റിസപ്ഷൻ ഡെസ്കുകളിൽ പോയി കാത്തു നിൽക്കേണ്ടതില്ല. ഹോട്ടലിൽ എത്തും മുമ്പ് മൊബൈലിൽ നിന്ന് തന്നെ ചെക്ക് ഇൻ ചെയ്യാവുന്ന പദ്ധതി പ്രഖ്യാപിച്ചു. ദുബായിൽ യാത്ര കഴിഞ്ഞെത്തി ഇനി ചെക്ക് ഇൻ തീരാൻ ഹോട്ടൽ റിസപ്ഷനിൽ കാത്തു നിൽക്കേണ്ട. രേഖകൾ അപ്ലോഡ് ചെയ്ത് ബയോമെട്രിക് വിവരങ്ങൾ നൽകിയാൽ ഹോട്ടൽ ചെക്ക് ഇൻ പൂർത്തിയായി. മൊബൈൽ ഫോൺ മാത്രം മതി. വിവരങ്ങൾ പൂർണ്ണമായും സുരക്ഷിതമായിരിക്കും. അടുത്ത തവണ വീണ്ടും വരുന്നുണ്ടെങ്കിൽ മൊബൈലിൽ തന്നെ ഫേഷ്യൽ റെക്കഗ്നിഷൻ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഉപയോഗിക്കാം. അത് മതിയാകും. ദുബായിലെ ഹോട്ടലുകളിലും ഹോളിഡേ ഹോമുകളിലും പുതുവർഷത്തിന് മുന്നോടിയായാണ് ഇവ പ്രഖ്യാപിച്ചത്. ദുബായ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് എക്കോണമി ആൻഡ് ടൂറിസമാണ് പദ്ധതി നടപ്പാക്കുന്നത്. ദുബായ് കിരീടാവകാശി ഷെയ്ഖ് ഹംദാനാണ് പ്രഖ്യാപനം നടത്തിയത്. ഏഷ്യാനെറ്റ് ന്യൂസ്, ദുബായ്. UAEയിൽ തേൻ വാങ്ങാൻ എത്തുന്നവർക്ക് അതേ സ്ഥലത്ത് വെച്ച് തന്നെ തേനിന്റെ ഗുണനിലവാരം പരിശോധിച്ചറിയാൻ സൗജന്യ ലാബും. UAEയിലെ ഹത്തയിൽ നടക്കുന്ന ഹണി ഫെസ്റ്റിവലിൽ നിന്നാണ് ഈ കാഴ്ച. ഒരിക്കലെങ്കിലും തേൻ വാങ്ങിയിട്ടുള്ള ഒരാൾക്ക് ഉള്ളിലൂടെ കടന്നുപോയിട്ടുള്ള ചിന്തയായിരിക്കും ഈ തേൻ ഒറിജിനൽ ആണോ അല്ലയോ എന്നുള്ളത്. UAEയിലെ ഏറ്റവും വലിയ ഹണി ഫെസ്റ്റായ ഹത്ത ഹണി ഫെസ്റ്റിൽ വരികയാണെങ്കിൽ ആദ്യം തന്നെ കാണുക ഈ ലാബാണ്. അതായത് വാങ്ങിയ തേനിന്റെ ഗുണനിലവാരം 3 മിനിറ്റിനകം പരിശോധിച്ച് റിസൾട്ട് നൽകുന്ന ലാബ്. ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, അതിലെ വാട്ടർ കണ്ടന്റ് ഉൾപ്പെടെ പരിശോധിച്ച് ഫലം നൽകി ഒറിജിനലാണെന്ന് ഉറപ്പാക്കി വാങ്ങാം. അതാണ് UAE ഓരോ ഉൽപ്പന്നങ്ങളിലും ഉപഭോക്താക്കൾക്ക് നൽകുന്ന കോൺഫിഡൻസ്. $360 മില്യൺ കഴിഞ്ഞ വർഷത്തെ UAEയുടെ തേൻ വിപണിയുടെ വലിപ്പം. അതിന്റെ വിശ്വാസ്യത തകരാൻ UAE അനുവദിക്കില്ല. 3 മിനിറ്റിനകം റാപ്പിഡ് ടെസ്റ്റും പിന്നീട് വിശദമായ പരിശോധനാ ഫലവും ഇവിടെ നൽകും. തേൻ വാങ്ങി
ഉടൻ ദുബായ് മുനിസിപ്പാലിറ്റിയുടെ അവിടെ തന്നെയുള്ള ലാബിലെത്തിച്ച് സൗജന്യമായ റിസൾട്ട് വാങ്ങാം. Every sample is tested on the spot and we provide the report on the spot. The pesticide in the honey as well as we are checking the antibiotics. This all test that takes more than 2 to 3 minutes. സിദർ, സമർ, ഡാഫ് ഹണി എന്നിവയ്ക്ക് പുറമെ റോക്ക് ഹണി, ക്രിസ്റ്റൽ ഹണി തുടങ്ങി അനേകം വൈവിധ്യങ്ങൾ ഹത്തയിലെ ഹണി ഫെസ്റ്റിലുണ്ട്. ഓരോ ദിവസം തുടങ്ങുമ്പോൾ തന്നെ കുട്ടികൾക്ക് ഉൾപ്പെടെ തേൻ നൽകി തുടങ്ങുന്ന ശീലമുണ്ട് UAE-യിലെ അറബ് പൗരന്മാർക്ക്. അത്രത്തോളം നിത്യജീവിതത്തിന്റെ ഭാഗമാണ് അവർക്കത്. ഹത്തയുടെ ഗ്രാമീണ ഭംഗിയിൽ നടക്കുന്ന മേളയിൽ 60 കർഷകരുണ്ട്. തേനീച്ചകൾ തേൻ ഉൽപ്പാദിപ്പിക്കുന്നത് പ്രകൃതിയിലെ ഏറ്റവും സവിശേഷമായ മാർഗത്തിലൂടെയാണ്. അതിന് നൽകുന്ന ഏറ്റവും ഉയർന്ന ആദരവ്, അതിനോടുള്ള ബഹുമാനം നമുക്ക് ഇവിടെ ഈ അറബ് സ്വദേശി പൗരന്മാർക്കിടയിൽ നിന്ന് കാണാം. ക്യാമറാമാൻ മുബഷിറിനൊപ്പം സഹൽസി മുഹമ്മദ്, ഏഷ്യാനെറ്റ് ന്യൂസ്, ദുബായ്. പുതുവർഷത്തിനൊരുങ്ങി UAE. ദുബായിൽ മാത്രം 40 ഇടങ്ങളിൽ വെടിക്കെട്ട് നടക്കും. തൊഴിലാളികൾക്കായി മാനവ വിഭവശേഷി മന്ത്രാലയം ഒരുക്കുന്ന പുതുവർഷാഘോഷം രാജ്യത്തെ ഏറ്റവും വലിയ പരിപാടികളിൽ ഒന്നാണ്. പ്രവാസികൾക്ക് പ്രിയപ്പെട്ട ദുബായ് ഫ്രെയിമിൽ ഇത്തവണ വെടിക്കെട്ടും ഡ്രോൺ ഷോയും ഒരുമിച്ചാണ്. ഇതൊരു വ്യത്യസ്തമായ അനുഭവമായിരിക്കുമെന്നാണ് ഇതുമായി ബന്ധപ്പെട്ട അധികൃതർ അറിയിച്ചിരിക്കുന്നത്. ദുബായ് ഫ്രെയിം ഉൾപ്പെടെ 40 സ്ഥലങ്ങളിലാണ് ഇത്തവണ പുതുവർഷം ആഘോഷിക്കാൻ വെടിക്കെട്ട് അണിയിച്ചൊരുക്കിയിട്ടുള്ളത്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ബുർജ് ഖലീഫയും ഗ്ലോബൽ വില്ലേജും എക്സ്പോ സിറ്റിയും ദുബായ് ഫ്രെയിമും ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട ഗ്ലാമറസ് ആയ സ്ഥലങ്ങൾ തന്നെയാണ്. 10,000-ഓളം പോലീസുകാരെയാണ് ദുബായ് നഗരത്തിലാകെ വിന്യസിക്കുക എന്നാണ് അറിയിച്ചിട്ടുള്ളത്. 1625 പട്രോളിംഗ് വാഹനങ്ങൾ ഉണ്ടാകും. ഒപ്പം പൊതുജനങ്ങൾക്ക് വോളണ്ടിയർമാരായി പ്രവർത്തിക്കാനുള്ള അപേക്ഷകളും സ്വീകരിച്ചിരുന്നു. അങ്ങനെ മുഴുവൻ ഒരുക്കങ്ങളും പൂർത്തിയാക്കിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട നഗരമായ ദുബായ് ഈ പുതുവർഷത്തിലേക്ക് ഒരുങ്ങി ഇറങ്ങുന്നത്. ഇതോടൊപ്പം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ന്യൂ ഇയർ ആഘോഷങ്ങൾ നടക്കുന്ന അർദ്ധരാത്രിക്ക് മുൻപ് വൈകുന്നേരത്തോടുകൂടി 4 മണിയോടുകൂടി തന്നെ പ്രധാന തെരുവുകൾ, റോഡുകൾ അടയ്ക്കാനുള്ള സാധ്യത മുൻകൂട്ടി പറഞ്ഞിട്ടുണ്ട്. ബുർജ് ഖലീഫ സ്ട്രീറ്റ്, ഷെയ്ഖ് സായിദ് റോഡ് ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട പാതകൾ ആ സമയത്തോടുകൂടി തന്നെ